ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ചെമ്പരത്തി താളി ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് റെഡ് ചെമ്പരത്തിയാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ. പിന്നെ നമ്മൾ ചെമ്പരത്തിയുടെ ഇല എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുറേ ചെമ്പരത്തിയുടെ മരമുണ്ട്. അപ്പോൾ അതുമൊന്നൊക്കെ ഇത്രയും ചെമ്പരത്തിയുടെ ഇത് കിട്ടി. പിന്നെ ചെമ്പരത്തിയുടെ ഇലയും കുറേ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 3 കറ്റാർ വാഴയും ഇടാം. എന്നിട്ട് അത് പിന്നെ ഒരു ഉള്ളിയും കൂടി വേണം. പിന്നെ അത് നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം. എല്ലാതും നല്ലപോലെ കഴുകിയെടുക്കാം ഗൈസ്. കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കറ്റാർവാഴയും ഉള്ളിയും ചെമ്പരത്തിയുടെ ഇലയും ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. പിന്നെ എനിക്കും അമ്മയ്ക്കും എൻ്റെ അമ്മമ്മയ്ക്കും ചേച്ചിക്കും വേണം. അതുകൊണ്ടാണ് ഇത്രയും കുറേ താളി. ഇനി നമുക്ക് തോർത്ത് കൊണ്ട് അരിച്ചെടുക്കാം. നമുക്ക് പുതിയ തോർത്ത് കൊണ്ടൊന്നും അരിച്ചെടുക്കണ്ട. പഴയ തോർത്തേറ്റ് അരിച്ചാൽ മതി. പുതിയ തോർത്തിൽ അരിച്ചാൽ ഒരു ബ്ലാക്ക് കറയാവും. ചെമ്പരത്തിയുടെ പൂവിലും ചെമ്പരത്തി ഇലയിലും നല്ല കറയുണ്ട്. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കളറാണ് ചെമ്പരത്തി താളി കിട്ടിയിട്ടുള്ളത്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലോട്ട് കാച്ചിയ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാച്ചിയ എണ്ണ ഒഴിച്ചെടുക്കണം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് തലയിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. തലയിൽ തേച്ചെടുത്ത് പിന്നെ ഞാൻ തല കഴുകി ഉണങ്ങിയിട്ടുള്ള ലുക്കാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.